ഈ ഒരു ക്വസ്റ്റ്യൻ മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മുടെ SSC CHL 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ അതോടെ വരച്ചു ഹൈപ്പോടെന്യൂസ് ഓഫ് വൺ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വേറൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ഈ പറയുന്ന നമ്മുടെ പെർപെൻഡിക്കുലർ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചു. ഓക്കെ, ഏരിയ എന്ന് പറയുന്ന H ആണ്, മറ്റത് A ആണ്. നമുക്ക് A/H ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരു ഐസോസിലസ് ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇതിൻ്റെ ഹൈപ്പോടെന്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ 1:1:√2 വരും എന്ന് മനസ്സിൽ വേണം. ഓക്കെ, ഇതിൻ്റെ സൈസ് ആദ്യമേ ഹൈപ്പോടെന്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തു? ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ ആ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? √2 ആയിരിക്കും. ഇനി അടുത്തത് ഒരു പെർപെൻഡിക്കുലറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന അതിൻ്റെ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര ആയിരിക്കും? 1 ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഈ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ H എന്നും ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ H എന്നും സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ A എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A/H ആണ് കണ്ടുപിടിക്കേണ്ടത്. A/H. ഓക്കെ, ദെൻ നമുക്കാണെങ്കിൽ അറിയാം ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ കേസിൽ 3/4 A² ആണ്. സൈഡിൻ്റെ വാല്യൂ A ആണെങ്കിൽ 3/4 A² ആണ് എന്ത് വരുന്നത്? ഏരിയ വരുന്നത്. അല്ലെങ്കിൽ ഏരിയ ആകെ സൈഡിൻ്റെ സ്ക്വയറിന് വിത്ത് റെസ്പെക്റ്റ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. ഇവിടെ രണ്ടും ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റേഷ്യോ എടുക്കുന്ന കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം മൈൻഡ് ചെയ്തില്ലെങ്കിലും കാര്യമില്ല. ഈ ഒരു ഐറ്റം മൈൻഡ് ചെയ്യണ്ട, √3/4 എടുക്കണ്ട. ഇനി ഈ താഴെ കിടക്കുന്ന പച്ച കളറിലെ നമ്മുടെ ഈ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ 1². മുകളിൽ കിടക്കുന്ന ഓറഞ്ച് കളറിലെ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ് √2 ആണ്, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ആക്ച്വലി ആൻസർ എത്ര വരും? 1:2 എന്ന് പറഞ്ഞു വരും. 1:2 എന്ന് പറഞ്ഞു വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. രണ്ടും ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഞാൻ √3/4 A² എന്ന് പറയുന്ന കോൺസെപ്റ്റ് എടുക്കാതിരുന്നത്. ആൻസർ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.